ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്കൊക്കെ പരിചയമുള്ള എന്നാൽ കുറേ പേർക്ക് പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മലയാളം മിഷൻ കർണാടക ചാപ്റ്റർ പ്രസിഡന്റ് ദാമോദരൻ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ദാമോദരൻ മാഷ് മലയാളം മിഷൻ കർണാടക ചാപ്റ്റർ പ്രസിഡന്റ്, ബാംഗ്ലൂരിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം, കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാളം മിഷൻ എന്ന പ്രസ്ഥാനത്തെ ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം, BSNL-ൽ നിന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജറായി റിട്ടയർ ചെയ്തതിന് ശേഷം ബാംഗ്ലൂർ മലയാളികളെ മലയാളം പഠിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 2017 നമ്മുടെ സമാജത്തിൽ മലയാളം ക്ലാസ് ആരംഭിച്ചപ്പോൾ ഉദ്ഘാടനം ചെയ്ത സമയം തൊട്ട് ഇന്നുവരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി നമ്മുടെ കുട്ടികളെയും ടീച്ചേഴ്സിനെയും മുന്നോട്ട് നയിക്കുന്ന മലയാളം മിഷൻ കർണാടക ചാപ്റ്ററിൻ്റെ സാരഥി, നമ്മുടെ മലയാളം മിഷനിലെ കുഞ്ഞുണ്ണി മാഷ് ദാമോദരൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദാമോദരൻ മാഷിനെ ആദരിക്കാൻ വേണ്ടി മലയാളം മിഷൻ വെസ്റ്റ് മേഖല കോർഡിനേറ്ററും നമ്മുടെ സമാജത്തിലെ മുൻ പ്രസിഡന്റുമായ ജിജോ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ രാജേഷാണെന്ന് തോന്നുന്നു സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ മലയാളം മിഷൻ്റെ പ്രാരംഭ ചർച്ച നടത്തിയത്. ഇന്ന് മലയാളം മിഷൻ്റെ പ്രവർത്തനത്തിൽ അത്യുന്നതമായ സഹകരണവും അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠന പ്രക്രിയ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സമാജമാണ് രാജരാജേശ്വരി മലയാളി സമാജം. അതിൽ തീർച്ചയായും അഭിമാനമുണ്ട്. അതേക്കാൾ ഏറെ അഭിമാനം ഞങ്ങൾ ഓരോ കുട്ടികളെയും കണിക്കൊന്ന പഠന പ്രക്രിയ ആരംഭിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ കുട്ടികൾ മറുനാട്ടിലുള്ള പ്രവാസി കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികളുടെ സമാനമായ SSLCക്ക് സമാനമായ തത്തുല്യ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വാങ്ങിക്കൊടുത്തിരിക്കുമെന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് ഞാൻ. 2017 കണിക്കൊന്ന ക്ലാസ് ആരംഭിച്ച ഈ മലയാളി സമാജത്തിലെ ഒരു കുട്ടി ആവണി ഇന്ന് നീലക്കുറിഞ്ഞ് പാസ്സായി. ആ കുട്ടിക്ക് 10ാം ക്ലാസ് തത്തുല്യ യോഗ്യത നേടിയിരിക്കുകയാണ്. അവിടെ ഒന്നുകൊണ്ട് വന്നോളൂ, എൻ്റെ കൂടെ വരാം, പ്രശ്നമില്ല. ഇങ്ങനെ ഞങ്ങളുടെ കുട്ടികളെ തത്തുല്യ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ 10 വർഷം കേരളത്തിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള യോഗ്യതയാണ് അനൗപചാരികമായിട്ട് നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിച്ച് നൽകുന്നത്. ഈ കുട്ടിക്ക് നാളെ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ജോലിക്കാവട്ടെ അല്ലെങ്കിൽ PSC ആവട്ടെ ഇതിനും മലയാളത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. അത്രയും നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യുന്ന മോളാണിത്. അഭിമാനമുണ്ട്. നിങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പാരിതോഷികം ഇന്ന് നിങ്ങൾ എനിക്ക് നൽകിയ ഈ ഷീൽഡോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഈ കുഞ്ഞുമോളാണ്. ഇവൾ മുംബൈയിൽ നിന്നും ഇവിടെ വന്നപ്പോൾ എന്നെ ഈ ടീച്ചർ വിളിച്ച് പറഞ്ഞായിരുന്നു, മാഷേ ഞങ്ങൾ മുംബൈയിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? മലയാള മിഷൻ എല്ലായിടത്തുമുണ്ട്. ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭൂപടമാണ് ലോകതലത്തിൽ ആഗോളതലത്തിൽ നമ്മുടെ മലയാള മിഷൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് പറയട്ടെ, മലയാള മിഷൻ്റെ അധ്യാപികമാരോ അധ്യാപകരോ ഇൻക്ലൂഡിങ് മീ ഒരു വരുമാനവും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെയാണ് ഈ മലയാളം ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിലൊരു കൈത്താങ്ങായി നിന്ന മലയാളി സമാജത്തിൻ്റെ അംഗങ്ങളോടും ഭാരവാഹികളോടും മലയാളം മിഷൻ്റെ കർണാടക ചാപ്റ്റർ പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനമുണ്ട്. തീർച്ചയായും നന്ദി അറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. താങ്ക് യു മാഷേ.